ഔട്ടർ സർഫസ് ഓഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അങ്ങനെയാണ് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ സ്റ്റഡഡ് ആയിട്ടാണ് റൈബോസം കാണപ്പെടുന്നത്. ഇങ്ങനെ നമ്മുടെ യൂക്കാരിയോട്ടിക്കിൽ. അടുത്ത പോയിൻ്റാണ് ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ മൈറ്റോകോൺട്രിയ ആബ്സെൻറ്റ് ആൻഡ് എൻസൈംസ് ഓഫ് എനർജി മെറ്റബോളിസം ബൗണ്ട് ടു മെംബ്രെയിൻ. അപ്പം ഈ ഒരു പ്രൊക്കാരിയോട്ടിക്കിന് എന്തിൻ്റെ മൈറ്റോകോൺട്രിയ ഇല്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസിൻ്റെ സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു, അവർ ATPനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി പ്രൊക്കാരിയോട്ടിക് സെൽസിൽ ഒരു പ്രത്യേകമായിട്ടുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നു, പ്രസൻറ്റഡ് ആണ്. ഈ ഒരു ATP പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഈ ഒരു പ്രൊക്കാരിയോട്ടിക് സെൽസ് അവരുടെ സെൽ മെംബ്രെയിനിൽ ETC അഥവാ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ സിസ്റ്റമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസിനെ കുറിച്ച് എന്താണ് പറയുന്നത്, യൂക്കാരിയോട്ടിക് സെൽസിൽ എന്തുണ്ട്, മൈറ്റോകോൺട്രിയ പ്രസൻറ്റഡ് ആണ്.